JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2ന്റെ പരീക്ഷാ തീയതി PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ റാങ്ക് ഫയൽ ഏറ്റവും പുതിയ സിലബസും ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും പ്രീവിയസ് ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. എക്സാം ക്രാക്കറായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ പരീക്ഷയ്ക്ക് വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പഠിക്കാവുന്ന രീതിയിലാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. റാങ്ക് ഫയലിൻ്റെ ഡെമോയും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സിലബസ് നോക്കാം. അതിനുശേഷം നമുക്ക് റാങ്ക് ഫയൽ എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കാം. അതിനുശേഷം ഇതിൻ്റെ ഡിസ്ട്രിക്ട് വൈസ് ഉള്ള പ്രീവിയസ് കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എത്ര പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഫിസിക്സ് 30 മാർക്ക്, കെമിസ്ട്രി 28 മാർക്ക്, ബോട്ടണി 14 മാർക്ക്, സുവോളജി 14 മാർക്ക്, മാത്തമാറ്റിക്സ് 14 മാർക്ക്. ഇങ്ങനെയാണ് ഇതിൻ്റെ സിലബസ് വരുന്നത്, സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ സിലബസും, അതായത് സിലബസിലെ ഓരോ ടോപ്പിക്കും പ്രകാരമുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എക്സ്പ്ലനേഷനും ഉൾപ്പെടുത്തിയാണ് ഞാൻ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. റാങ്ക് ഫയലിൻ്റെ ഡെമോ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഓരോ സിലബസും, അതായത് ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബോട്ടണി ആണെങ്കിലും സുവോളജി ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും ഓരോ സിലബസ് ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും താഴെ ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കി പോയിട്ടുള്ളത്. അതുപോലെ തന്നെ കണ്ടോ, നിങ്ങൾക്ക് കാണാം ഓരോൻ്റെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പ്രീവിയസ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയോജനപ്രദമായിരിക്കും. അപ്പോൾ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ ഉടൻ തന്നെ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പരീക്ഷാ തീയതി എന്നാണെന്ന് നോക്കാം. ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 ഹെൽത്ത് സർവീസ് കൊല്ലം ജില്ലയിൽ എത്ര പേരാണ്? 22,698 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. പരീക്ഷ ഇംഗ്ലീഷിലാണ്. പരീക്ഷാ തീയതി എന്ന് പറയുന്നത് 11/10/2025 സാറ്റർഡേ ആണ്. 1:30 PM to 3:20 PM വരെയാണ് പരീക്ഷ. ഇതിൻ്റെ ഒരു ജില്ല കൊല്ലം ജില്ലയാണ്, മറ്റേത് അടുത്ത ജില്ല പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ലയിൽ 6,170 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പരീക്ഷ ഇംഗ്ലീഷിലാണ്. അടുത്തത് കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിൽ 12,655 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അതിൻ്റെ പരീക്ഷാ തീയതി 11/10/2025 ആണ്. അടുത്തത് മലപ്പുറം ജില്ല എടുത്താൽ മലപ്പുറം ജില്ലയിൽ 10,895 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അപ്പോൾ പരീക്ഷ 11/10/2025 സാറ്റർഡേ 1:30 PM to 3:20 PM വരെയാണ്. അടുത്ത കോഴിക്കോട് ജില്ല എടുത്താൽ 12,164 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ല എടുത്താൽ 4,672 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. 11/10/2025 ആണ് പരീക്ഷ തീയതി. അഡ്മിഷൻ ടിക്കറ്റ് 27/9/2025 മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഉടൻ തന്നെ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ വാങ്ങേണ്ടതാണ്. അതുപോലെ തന്നെ ഇനി പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ 62.33 ആണ് കൊല്ലം ജില്ലയിൽ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കോട്ടയം ജില്ല എടുത്താൽ 62 ആണ് കട്ട് ഓഫ് മാർക്ക് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ല എടുത്താൽ 50.67 ആണ് കോഴിക്കോട് ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ല എടുത്താൽ 57 ആണ് മലപ്പുറം ജില്ലയിലെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ല എടുത്താൽ 52.33 ആണ് പത്തനംതിട്ട ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കാസർഗോഡ് ജില്ല എടുത്താൽ 51.33 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ജില്ലകളുടെ എല്ലാം തന്നെ കട്ട് ഓഫ് മാർക്ക് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എത്ര മാർക്ക് വരെ കിട്ടിയാൽ തങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പഠന നിലവാരം ഉയർത്താൻ സാധിക്കും. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ പഠന നിലവാരം നോക്കി കൃത്യമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥികളും തങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ പഠനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ
റാങ്ക് ഫയൽ സ്റ്റഡി മെറ്റീരിയൽസ് റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.